തിരുവനന്തപുരത്തെ SFI KSU സംഘർഷത്തിലെ പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധം. മലപ്പുറത്തും തൃശൂരിലും SFI മാർച്ചിൽ സംഘർഷമുണ്ടായി. മലപ്പുറം SP ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ പ്രവർത്തകർ ജലപീരങ്കി വാഹനം വരുണിന്റെ കുഴലൊടിച്ച് തിരിച്ചുവെച്ചു. ദൃശ്യങ്ങളിലേക്ക്. തൃശൂരിൽ SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, സംസ്ഥാനത്തൊട്ടാകെ SFI പരസ്യ പോർമുഖം തന്നെ തുറന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. ശ്യാമിലി, SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സമര SP ഓഫീസുകളിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അത് മലപ്പുറത്തും തൃശ്ശൂരിലുമാണ് ഇന്ന് രാവിലെ നടന്നത്. അതാണ് ഏറെ അക്രമത്തിലേക്ക് എത്തുകയും ചെയ്തത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്താണ്. മലപ്പുറത്തെ SFI പ്രവർത്തകർ ഒരു 12:30 കൂടിയാണ് SP ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. തുടർന്ന് പോലീസ് SP ഓഫീസിന് ഏകദേശം 200 മീറ്റർ മുന്നേ തന്നെ വലിയ ബാരിക്കേഡ് തീർത്തിരുന്നു. ആ ബാരിക്കേഡ് മറിച്ചിട്ടാണ് SFI പ്രവർത്തകർ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വരുൺ എന്ന ജലപീരങ്കിയുടെ വാഹനത്തിന് മുകളിലേക്ക് കയറുകയും ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കുഴലുകളെല്ലാം മറ്റു വശങ്ങളിലേക്ക് തിരിച്ച് വയ്ക്കുകയും ചെയ്തത് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഏകദേശം 200-ലധികം SFI പ്രവർത്തകരാണ് മലപ്പുറം SP ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. പോലീസിന് ഈ ബാരിക്കേഡ് മറച്ചിടുന്നതും ഒപ്പം തന്നെ ജലപീരങ്കിയുടെ വാഹനത്തിൽ കയറുന്നു നിയന്ത്രിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. തുടർന്ന് SFI പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ തന്നെ അത് ഇടപെട്ട് പ്രവർത്തകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും നടന്നത്. തുടർന്ന് അവർ സ്വമേധയാ പിരിഞ്ഞു പോവുകയുമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു തൃശ്ശൂരിലും ഉണ്ടായത്. തൃശ്ശൂരിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിലും ജലപീരങ്കി പ്രയോഗിച്ചു. ഏറെ നേരം ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സമാന രീതിയിൽ ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമെല്ലാം മാർച്ച് SFI സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് SFI നേതാക്കൾക്കെതിരെ കേരള സർവകലാശാലയിലെ വിജയത്തെ തുടർന്ന് നടത്തുന്ന ആഹ്ലാദ പ്രകടനത്തിൽ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് തന്നെയായിരുന്നു SFI പ്രവർത്തകർ അക്രമവുമായി KSU പ്രവർത്തകരുമായുള്ള അക്രമം ഉണ്ടാകുന്നത്. തുടർന്ന് വലിയ തോതിൽ SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഇന്ന് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയത്. അത് ഇന്ന് രാവിലെ നടന്ന രണ്ടിടങ്ങളിൽ നടന്ന സമരവും അക്രമാസക്തമാവുകയായിരുന്നു. അതിലേറ്റവും പ്രധാനമായും സമരം നടന്ന മലപ്പുറത്തെ പോലീസിന് വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു സമരം അവസാനിക്കുകയും ചെയ്തത്. കാരണം SFI പ്രവർത്തകർ ഈ ജലപീരങ്കി ഉൾപ്പെടെ അതിൻ്റെ വാഹനത്തിൻ്റെ കുഴലുകൾ ഉൾപ്പെടെ മാറ്റി മറിക്കുന്ന വിധത്തിലുള്ള സമരമാണ് ഇന്ന് നടന്നത്. എന്തായാലും SFI അവരുടെ പോരാട്ട വീര്യം ഒട്ടും കുറച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ഇന്ന് SFI പ്രവർത്തകരുടെ മലപ്പുറത്തും തൃശ്ശൂരിലുമുണ്ടായ ഈ സമരം. ശ്യാമിലി.